ഇന്നത്തെ യാത്ര നമ്മളെ എത്തിക്കുന്നത് ബുക്കീസിൻ്റെ ഹൃദയത്തിലേക്കാണ്. ശാന്തിയും വിശ്വാസവും കൂടിച്ചേരുന്ന ഒരു സ്ഥലം, കാൻംതോങ് ഹോങ്ചോങ് ടെമ്പിൾ. ഹേയ് മിനാസാൻ കൊണിച്ചിവ യൊറോഷിക്കു ഒനഗൈഷിമാസ്. വതാഷി വാ ഷിൻദേസ്. വർക്ക് ലൈഫ് ബാലൻസിനെ പറ്റി ചിന്തിക്കാത്ത ഒരു ഭാഗം ജനങ്ങളെ പോലെയാണ് ഇവിടുത്തെ മനുഷ്യരെല്ലാം എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അല്ല, അങ്ങനെയൊക്കെ വർക്ക് ചെയ്താലേ ഇവിടെയൊക്കെ പിടിച്ച് നിൽക്കാൻ പറ്റൂ എന്ന് തന്നെയാണ് ഇവർ കാണിച്ചും തരുന്നത്. ആരും മുഖത്തോട് മുഖം നോക്കില്ല, സംസാരിക്കാൻ ഇനിഷ്യേറ്റീവ് എടുക്കില്ല. ചിലരൊക്കെ ജീവിക്കുന്നത് ഫോണിൽ തന്നെയാണെന്ന് തന്നെ തോന്നി. അതുകൊണ്ട് തന്നെ ഫോൺ നോക്കി എവിടെയെങ്കിലും പോയി ഇടിക്കുന്നതും വീഴുന്നതും പതിവ് കാഴ്ചയാണ്. പോപ്പുലേഷൻ്റെ 75% ചൈനീസാണ്. സിംഗപ്പൂരിൻ്റെ മെയിൻ റിലീജിയനും ബുദ്ധിസമാണ്. മറ്റുള്ളവ ക്രിസ്ത്യാനിറ്റി, ഇസ്ലാം, ടാവോയിസം, ഹിന്ദുസം എന്നിവയാണ്. ഒടുവിൽ കുവായിൻതോങ് ഹുച്ചോ ടെമ്പിളിലെത്തി. അവരുടെ പ്രാർത്ഥന നമ്മളിൽ നിന്നും വ്യത്യസ്തമാണ്. ആളുകൾ പുറത്തേക്ക് നോക്കി ധൂപം പിടിച്ച് പ്രാർത്ഥിക്കുന്നത് ഒരു ട്രഡീഷനാണ്. അവർ ആകാശത്തിലേക്ക്, ദേവന്മാരിലേക്ക് റെസ്പെക്റ്റ് കാണിക്കുന്നതാണ്. ബുദ്ധിസം, ടാവോയിസം ബിലീഫിൽ ഹെവൻ, ഹയർ പവേഴ്സ് പുറത്തേക്കാണ് സിംബോളിക്കലി റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതിനാൽ ടെമ്പിളിൽ കയറുന്നതിന് മുൻപ് തന്നെ പുറത്തുനിന്ന് തന്നെ പ്രാർത്ഥന തുടങ്ങും. മറ്റൊരു കാര്യം എന്തെന്നാൽ അവർ ധൂപം കത്തിച്ച് പിടിക്കുന്നത് പ്രയർ സെൻഡ് ചെയ്യുന്നത് പോലെയാണ്. ആ പുക അവരുടെ പ്രാർത്ഥനാ ദൈവത്തിലേക്ക് എത്തുന്നു എന്നതാണ് വിശ്വാസം. ടെമ്പിളിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നവരും, നിന്ന് പ്രാർത്ഥിക്കുന്നവരും, ഇരുന്ന് പ്രാർത്ഥിക്കുന്നവരും എല്ലാവരെയും നമുക്ക് കാണാൻ കഴിയും. ഇവിടെ പ്രധാനമായി ആരാധിക്കുന്നത് ഗോഡസ് ഓഫ് മേസിയായ ഗുവായി ആണ്. പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻ ചോദിക്കാൻ, ഹെൽത്ത്, പീസ്, ലക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, അല്ലെങ്കിൽ നന്ദി പറയാൻ എന്നിവയ്ക്കൊക്കെയാണ് ഇവിടെ ആൾക്കാർ വരുന്നത്. ഈ സ്ഥലം നമ്മളെ പഠിപ്പിക്കുന്നത് മറ്റൊരു കാര്യമാണ്. ജീവിതത്തിലെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതില്ല. ചിലപ്പോൾ നിശബ്ദതയും ഒരു പ്രാർത്ഥനയാണ്. ഇത് ടെമ്പിളിൻ്റെ പുറത്തുള്ള ഒരു ബുദ്ധ ഷോപ്പാണ്. വെറും ഷോപ്പല്ല, വിശ്വാസം വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ചെറിയ വഴിയാണ്. ശാന്തി തേടിയ യാത്ര ശാന്തമായ മനസ്സോടെ അവസാനിക്കുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്. അരിഗാത്തോ ഗോസൈമാസ്. മാതാനേ.